നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ടോക്കാണ്, നമ്മുടെ നിയമം ശരിയല്ല, ശിക്ഷാ രീതി ശരിയല്ല, അതൊക്കെ മാറ്റണം, നിയമം മാറണം, പുതിയ പുതിയ നിയമങ്ങൾ വരണം, അങ്ങനെ ഇങ്ങനെ പുതിയ നിയമം വന്നിട്ടുണ്ട്, പുതിയ ശിക്ഷാ രീതി വന്നിട്ടുണ്ട്, സാമൂഹ്യ സേവനം. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇറ്റ്സ് ആഫ്റ്റർ എ ലോങ് ടൈം ഞാനൊരു വീഡിയോ എടുക്കുന്നത്. എനിവേ, ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് വൺ കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ് which has been included in BNS, ഭാരതീയ ന്യായ സംഹിത, which replaces IPC. ഓക്കെ, സോ നമുക്കറിയാം മൂന്ന് ആക്ടുകളാണ് ഇതുപോലെ, അതായത് IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇത് മൂന്നിൻ്റെയും പേര് മാറ്റി ഒരു പുതിയ നല്ല കിടിലം പേരുകൾ കൊണ്ടുവന്നു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, അങ്ങനെ 3 സാധനങ്ങൾ കൊണ്ടിറക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാൻ നമ്മൾ കുറേ സമയം എടുക്കും. അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ലോ സ്റ്റുഡൻസ് ആൻഡ് ഓൾസോ ഫോർ ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ CLEE 2025. കാരണം ഇനിയുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ BNSഉം BNSSന്നും അതുപോലെ BSAന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ. നമുക്ക് നേരെ വീഡിയോയിലോട്ട്. All that we are going to discuss in this video is about community service, അതായത് സാമൂഹ്യ സേവനം. സാമൂഹ്യ സേവനം നമ്മുടെ BNSൽ ഒരു പണിഷ്മെൻ്റ് ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം IPCയിൽ there were 5 kinds of punishment. Death, life imprisonment, imprisonment can be either rigorous or simple, and then fine, forfeiture of property. അങ്ങനെ 5 different kinds of punishments ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ഇവരുടെ കൂട്ടത്തിലേക്ക് ഒരാളെ കൂടെ തള്ളിക്കയറ്റാണ്, ദാറ്റ് ഇസ് കമ്മ്യൂണിറ്റി സർവീസ്, സാമൂഹ്യ സേവനം. അതായത് കുറ്റം ചെയ്ത ആൾക്ക് എന്ത് കൊടുക്കും? സാമൂഹ്യ സേവനം ഒരു ശിക്ഷയായി കൊടുക്കുന്നു. ഇതെങ്ങനെ ശരിയാവും? സാമൂഹ്യ സേവനം എങ്ങനെയാണ് പണിഷ്മെൻ്റ് ആവുന്നത്? ഇത് ഏതൊക്കെ ഒഫൻസുകളിലാണ് ഇങ്ങനൊരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്? ഇത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? ഇത് കൊടുത്തത് പണിഷ്മെൻ്റ് ആവോ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 4 BNSലാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പണിഷ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നത്. സോ അവരുടെ കൂട്ടത്തിലേക്കാണ് നമ്മുടെ കമ്മ്യൂണിറ്റി സർവീസ് ആയിട്ടുള്ള സാമൂഹ്യ സേവനം ഒരു ശിക്ഷയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർവീസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? റീഹാബിലിറ്റേഷൻ ആണ്. അതായത് ഒഫൻസ് ചെയ്ത ആളിനെ തിരിച്ച് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർവീസ് ഒരു പണിഷ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ചുമ്മാ എല്ലാ ഒഫൻസിലും കയറി കമ്മ്യൂണിറ്റി സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് പെറ്റി കേസസിന് മാത്രം കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് പണിഷ്മെൻ്റ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം, ഏതൊക്കെ ഒഫൻസുകളിലാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർവീസ് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന്. അതിൽ റേപ്പ്, മർഡർ, അങ്ങനെയുള്ള സിവിയർ കേസസിലൊന്നും ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർവീസ് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ട, പെറ്റി ഒഫൻസുകളിൽ മാത്രമേ ഇത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കാനുള്ളത് 2 പോയിന്റ്സ് ആണ്. ഒന്ന്, ഇറ്റ്സ് എൻ അൺപെയ്ഡ് വർക്ക് ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് കമ്മ്യൂണിറ്റി. അതായത് ഒരു ഒഫൻസ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അയാളെ കൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, അതൊരു പണിഷ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നൗ ഗോട്ട് ഇറ്റ്. കമ്മ്യൂണിറ്റി സർവീസ് എങ്ങനെയാണ് ഒരു പണിഷ്മെൻ്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒഫൻസുകളിലൊന്നും അല്ല കൊടുക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ഫോർ മൈനർ ഒഫൻസുകളിലാണ് ആൻഡ് ഓൾസോ ഫോർ ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സ്. ഇപ്പം റേപ്പ് കമ്മിറ്റ് ചെയ്തത്, ഇപ്പം അയാളുടെ ഫസ്റ്റ് ഒഫൻസ് ആണെങ്കിൽ അയാൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അയാൾ ആദ്യമായിട്ടാണ് കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരുന്നതെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സോ ജഡ്ജ് അങ്ങനെ ഒരു ഈ ഒരു കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഹി വിൽ അനലൈസ് ദ സർക്കംസ്റ്റൻസ് ഓഫ് ദി കേസ്, ഫാക്ട്സ് ഓഫ് ദി കേസ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഒഫൻഡർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം അത് മൈനർ കേസാണ്, അല്ലെങ്കിൽ മൈനർ ഒഫൻസ് ആണ് അയാൾ കമ്മിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാണ് അയാൾ ചെയ്തത് എന്ന് കാണുകയാണെങ്കിൽ
അയാൾക്ക് കൊടുക്കുന്ന പണിഷ്മെൻ്റ് ആണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർവീസ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. അതായത് കുറ്റം ചെയ്യുന്ന ആൾക്ക് ഇത്രയും സില്ലി ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള പണിഷ്മെൻ്റ് ആണോ കൊടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. ഇറ്റ്സ് ഫോർ മൈനർ ഒഫൻസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒഫൻഡർ ഫ്രണ്ട്ലി ആണെന്ന് പറയാം. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഒഫൻസ് ചെയ്യുന്ന ആൾ ഹീസ് ഹാവിങ് സം മെൻ്റൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ അയാളെ കൊണ്ട് ആ ഒരു കുറ്റം ചെയ്യിക്കുന്നത് സംതിങ് ബിക്കോസ് ഓഫ് സം ഫാക്ടേഴ്സ്. അപ്പോൾ അയാളെ ശരിയാക്കി തിരിച്ച് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഡ്യൂറേഷൻ ഫിക്സ് ചെയ്യുന്നത് ജഡ്ജാണ്. സോ ജഡ്ജിന് വേണമെങ്കിൽ ഇത് 1 വീക്ക് ആക്കാം, മേ ബി ഫോർ 1 ഇയർ, 2 ഇയേഴ്സ്, 10 ഇയേഴ്സ്. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാക്ട്സ് ഓഫ് ദ കേസ്. അതുപോലെ ഡിസ്ക്രിഷൻ ഓഫ് ദ കോർട്ടാണ്. ഒരു കേസ് ഐ തിങ്ക് ഇറ്റ്സ് മനോജ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. ആ ഒരു കേസിൽ 2022 എന്തോ വന്നൊരു കേസാണ്. ഓക്കെ, അപ്പം അതിൽ എന്ന് വെച്ചാൽ ജഡ്ജ് പറഞ്ഞത് ലെറ്റ് ഹി ഡു ദി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ എവറി സാറ്റർഡേ ആൻഡ് സൺഡേ എന്നുള്ളതാണ്. അപ്പം എല്ലാ സാറ്റർഡേയും ഫിക്സ് ചെയ്തിട്ടില്ല, ബട്ട് എല്ലാ സാറ്റർഡേ സൺഡേയും പുള്ളിക്കാരൻ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ പറയുന്ന സർവീസ് ചെയ്യണം എന്നായിരുന്നു ആ ഒരു കേസിൽ വിധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ടേംസ് ഒക്കെ കോടതിയാണ് നിശ്ചയിക്കുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് BNS ഏതൊക്കെ ഒഫൻസുകൾക്കാണ് ഈ പറയുന്ന പണിഷ്മെന്റ് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ ദർ ആർ സർട്ടൻ ഒഫൻസസ് ഇൻ വിച്ച് ദിസ് പണിഷ്മെന്റ് ക്യാൻ ബി ഇമ്പോസ്ഡ്. അപ്പം ആ ഒരു ഒഫൻസുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, വേറൊരു ഒഫൻസുകൾക്കും പറ്റത്തില്ല. ബിക്കോസ് ദോസ് ഒഫൻസസ് ആർ മൈനർ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൽ ഈ ഒരു പണിഷ്മെന്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഏതൊക്കെ ഒഫൻസുകളാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്ഷൻ 202 പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ഒരു പബ്ലിക് സെർവൻറ്റ് ആ ആളോട് അല്ലെങ്കിൽ ആ ഒരു സെർവൻറ്റ് അവരുടെ സർവീസ് റൂൾസ് അനുസരിച്ച് ഒരു ട്രേഡ് നടത്താൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ട്രേഡ് നടത്താൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അയാൾ അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ശിക്ഷാ രീതി ഇമ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് ശിക്ഷയായിട്ട് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് ഒരു ഗവൺമെൻറ് ഓഫീസർ അയാളുടെ സർവീസ് റൂൾസിൽ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു ട്രേഡ് നടത്താൻ പറ്റത്തില്ല, പക്ഷെ അയാളൊരു ഷോപ്പ് തുടങ്ങി അത് മാനേജ് ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കാരന് എന്ത് ചെയ്യാം, അയാൾ ഒഫൻഡറാണ് ആൻഡ് he can be imposed this punishment, കമ്മ്യൂണിറ്റി സർവീസ് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. രണ്ടാമത് പറയുന്നത് സെക്ഷൻ 209 അതായത് നമ്മൾ ചില ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്തിട്ട് ഒരു ഒളിച്ചോട്ടുണ്ടല്ലേ, അപ്പോൾ അയാളെ കോടതി ഡിക്ലെയർ ചെയ്യും. അപ്പോൾ പ്രൊക്ലമേഷൻ നടത്തിയിട്ടും അയാൾ അപ്പീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇറ്റ് വിൽ ലുക്ക് ഓൾ ദി സർക്കംസ്റ്റൻസ് ഓഫ് ദി കേസ് ഞാൻ പറഞ്ഞു. ആൻഡ് ദർ ആർ അതർ പണിഷ്മെന്റ്സ്, അതായത് ഇംപ്രിസൺമെന്റ് ഫോർ 3 ഇയേഴ്സ് ആണ് അതിന് പറയുന്നത്, അല്ലെങ്കിൽ ഫൈൻ, അല്ലെങ്കിൽ രണ്ടും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് എന്നാണ് പറയുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് ഓഫ് ദി കേസ് കോടതിക്ക് വേണമെങ്കിൽ ഇതിലേതെങ്കിലും കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് സെക്ഷൻ 226. ഓക്കെ, അതിൽ പറയുന്നത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് എന്ന് പറയുന്നതിനും എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യാം എന്നുള്ളതാണ്. വെറുതെ സൂയിസൈഡ് ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് നടത്തിയതല്ല, ബട്ട് ഇറ്റ് ഈസ് ടു ത്രെറ്റൺ അല്ലെങ്കിൽ റെസ്ട്രെയിൻ പബ്ലിക് ഓഫീസർ ഫ്രം ഡൂയിങ് ഹിസ് ആക്ട്. അപ്പം അതായത് ഒരാൾ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് ചാടാനായിട്ട് നിൽക്കുകയാണ്, എന്നിട്ട് പറയാണ് നിങ്ങൾ ഇന്ന കാര്യം, അതായത് ഒരു പോലീസ് ഓഫീസറിനോട് പറയുകയാണെന്ന് വെച്ചോളൂ, നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഞാനിപ്പോൾ ചാടി മരിക്കും എന്ന് പറയുകയാണെങ്കിൽ അത് ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. സോ ഇത് ഇത് മാത്രമല്ല, അങ്ങനെ അറ്റംപ്റ്റ് നടത്തുന്ന ആൾക്ക് ഇംപ്രിസൺമെൻറ്റ് ഫോർ 1 ഇയർ, അല്ലെങ്കിൽ ഫൈൻ, അല്ലെങ്കിൽ ബോത്ത്, ആൻഡ് ഓൾസോ ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർവീസും പണിഷ്മെൻ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അടുത്തത് വരുന്നത് 303 ക്ലോസ് 2 അതായത് ഇറ്റ്സ് മൈനർ തെഫ്റ്റ്, അതായത് 5000 രൂപയ്ക്ക് താഴ്ന്നിട്ടുള്ള വാല്യൂ ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ മോഷണം പോയി. ഓക്കെ, അല്ലെങ്കിൽ അയാളെ ആദ്യമായിട്ടാണ് കൺവിക്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അതായത് ഫസ്റ്റ് ടൈം ഒഫൻഡർ അല്ല, അയാളും ചിലപ്പോൾ നേരത്തെ ഒഫൻസ് നടത്തിയിട്ടുണ്ടാവും, പക്ഷേ അയാൾ ആദ്യമായിട്ടാണ് കൺവിക്റ്റ് ചെയ്യുന്നതെങ്കിൽ, കുറ്റക്കാരനായിട്ട്
വിധിക്കുന്നതെങ്കിൽ ആൻഡ് ഓൾസോ അയാൾ ആ സ്റ്റോൾ ചെയ്ത സാധനങ്ങൾ തിരിച്ചു കൊടുത്തു, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ പറയുന്ന എന്താണ് കമ്മ്യൂണിറ്റി സർവീസ് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അത് സെക്ഷൻ 303 ക്ലോസ് 2 തെഫ്റ്റ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് സെക്ഷൻ 355 ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷനാണ്. അതായത് ഡ്രങ്കൻ പീപ്പിൾ ഉണ്ടല്ലോ, ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പബ്ലിക്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെങ്കിൽ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ശിക്ഷാരീതി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് ശിക്ഷയായിട്ട് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കാണുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 24 മണിക്കൂർ ജയിലിൽ അല്ലെങ്കിൽ ഫൈൻ ലെസ് ദാൻ അപ് ടു 1000 ഓർ ബിലോ. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ്. അപ്പം ഇതൊക്കെയാണ് അവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അപ്പം ഇനി ആരെങ്കിലും കുടിച്ച് കിളി പോയി റോഡിലോ വീട്ടിൻ്റെ അടുത്തോ എവിടെയെങ്കിലും നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ആരെങ്കിലും ശല്യം ഉണ്ടാക്കുകയാണെങ്കിൽ നേരെ വിളിച്ച് പറയാം, കേസ് പോയി കഴിഞ്ഞാൽ അവരെ 24 മണിക്കൂറും ജയിലിലിടും. ഓക്കെ, അവസാനമായിട്ട് പറയുന്നത് സെക്ഷൻ 356 ക്ലോസ് 2, അതായത് ഡെഫോമേഷൻ. ഒരാളെ പറ്റി അപരാധങ്ങൾ പറയുക. അത് പേഴ്സണലി അടുത്ത് രണ്ടുപേരും തമ്മിൽ പറയുന്നതല്ല, അയാൾ വേറെ ഒരുപാട് പബ്ലിക്കിൽ മറ്റേ ആളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഡെഫോമേഷൻ എന്ന് പറയുക. സോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഡെഫോമേറ്ററി കേസുകളാണെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും ഒഫൻസുകളിൽ മാത്രമാണ് നമുക്ക് കമ്മ്യൂണിറ്റി സർവീസ് ഒരു പണിഷ്മെൻ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റുക. സോ അങ്ങനെ 6 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഒഫൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും മാത്രമേ ഉള്ളൂ, വേറൊന്നും കമ്മ്യൂണിറ്റി സർവീസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. എന്താണ് കമ്മ്യൂണിറ്റി സർവീസ് നമുക്കറിയാം, ഏതൊക്കെ ഒഫൻസുകളിലാണ് ഇത് ഇമ്പോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ആൻഡ് ഓൾസോ ദ നേച്ചർ ഓഫ് കമ്മ്യൂണിറ്റി സർവീസ്, ഇറ്റ്സ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി. സോ ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഐ എം സെയിങ് ദിസ് ടു students who are preparing for CLE 2025 because നിങ്ങൾക്ക് ഇത് പുതിയതായിട്ട് ആഡ് ചെയ്തൊരു കൈൻഡ് ഓഫ് പണിഷ്മെൻ്റ് ആണ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായേക്കാം, what is a kind of punishment which has been included in BNS, okay, irrespective of other kinds of punishments എന്നൊക്കെ ചോദിച്ചാലോ, ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുന്നത്, ഏതാണ് പുതിയതായിട്ട് ആഡ് ചെയ്ത പണിഷ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ, സോ ദാറ്റ് ഈസ് കമ്മ്യൂണിറ്റി സർവീസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന ഒരു കുഞ്ഞു കാര്യമാണ്, ഒരുപാട് തലയിൽ പോയിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ, ലവ് യു.